Hi all, welcome to Time for Bank SSC Malayalam YouTube channel. അപ്പോൾ IBPS PO നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഇത്തവണ 6715 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണത്തെ ഒഴിവുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് 2026 എന്നുള്ള ഒരു വർഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, അപ്പൊ നമുക്ക് എന്ന് മുതൽ എന്ന് വരെ അപ്ലൈ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ഓർഗനൈസേഷൻ ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, പിന്നെ എത്ര വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം, പിന്നെ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്. ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ BCom പഠിച്ച ഒരാൾക്ക് മാത്രമേ ബാങ്ക് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ BSc മാത്സ് വേണം ഇതൊക്കെ എഴുതാന്നുള്ളത്. അപ്പൊ എന്താണ് ഇതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും, പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ഫീ ഒക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ഡേറ്റ്സിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു 1 ജൂലൈയിലാണ്, അതായത് ഇന്നലെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 21 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 21 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ലാസ്റ്റ് ഡേറ്റിലോട്ട് ഒരിക്കലും വെക്കരുത്, നിങ്ങൾ ഉടൻ തന്നെ ഇത് അപ്ലൈ ചെയ്യണം. പിന്നെ ഇതിന്റെ പ്രിലിമിനറി സ്റ്റേജ് എക്സാം അല്ലെങ്കിൽ ഇതിന്റെ ടയർ 1 എക്സാം വരുന്നത് ഓഗസ്റ്റ് 2026 ഓഗസ്റ്റിലാണ് IBPS POന്റെ പ്രിലിംസ് വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ മന്ത് തന്നെ സെപ്റ്റംബറിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ഒക്ടോബറിലായിരിക്കും ഇതിന്റെ മെയിൻസ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റിലെ പ്രിലിംസ് കഴിഞ്ഞാൽ ഒക്ടോബറിൽ തന്നെ ഇതിന്റെ മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ മെയിൻസിന് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫൈനൽ സ്റ്റേജിലായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളായാലും നിങ്ങൾ ഒരു ഫുൾ ഫ്ലഡ്ജഡ് പ്രിപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്കറിയാം PO ലെവൽ എക്സാംസിന് നമുക്കൊരു തേർഡ് സ്റ്റേജും കൂടിയുണ്ട്, ഒരു ഇന്റർവ്യൂ സ്റ്റേജും കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് 2026 തന്നെ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ മന്ത് ആയിട്ടുള്ള ജാനുവരിയിൽ 2027 ജാനുവരിയിലൊക്കെ നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ബാങ്ക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് നമുക്ക് ഇതിന് കീഴിൽ വരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമുക്ക് പരിചയം ഒരുപാട് ബാങ്ക്സ് ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ആയിക്കോട്ടെ, ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെ ഇത്രയും ബാങ്ക്സ് ആണ് നമുക്ക് ഇതിന് കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ബാങ്കിനും എങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ മാത്രം 1900 ഒഴിവുകളാണ് IBPS PO വേക്കൻസീസ് ഉള്ളത്. പിന്നെ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാനറ ബാങ്കിലോട്ട് പോവുകയാണെങ്കിൽ കാനറ ബാങ്കിൽ 1500 ഒഴിവുകളാണ് വരുന്നത്. പിന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 1100. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ബാങ്ക്സ്, ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവിടെയൊന്നും ഒഴിവുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 6715 എന്നുള്ള ഒഴിവുകൾ ഇനിയും കൂടും. ഓക്കെ, ഇത്രയും ബാങ്ക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റ് നമുക്ക് 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കും. 20 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഏജ് ലിമിറ്റ് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഡേറ്റ് ശ്രദ്ധിക്കണം. 1/7/2026 20 വയസ്സായ ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ചില കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 19 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ചിലർക്ക് അത് കറക്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ എലിജിബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ആ ഡേറ്റ് നോക്കിയിട്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പലർക്കുള്ള ഡൗട്ടാണ് ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും എനിക്ക് PO എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളത്. ഏത് ഡിഗ്രി ആണെങ്കിലും, അതായത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഡിഗ്രി ഉള്ള ഒരാൾക്കും നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല, ഞാൻ ഫൈനൽ ഇയർ ആണ് അല്ലെങ്കിൽ എന്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്, അവർക്കും ഈ എക്സാം എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയയും കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിന്റെ എക്സാം എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ശരത് സാർ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരും. ഓക്കെ, സോ നമ്മുടെ IBPS PO എക്സാമിനെ കുറിച്ച് ജനറൽ കാര്യങ്ങളാണ് ശ്രാവൺ സാർ പറഞ്ഞത്. സോ നമുക്ക് എക്സാം പാറ്റേണിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു PO എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ 3 ഫേസ് ഉണ്ട്. നമ്മൾ നേരത്തെ SBPയുടെ വീഡിയോയിലും പറഞ്ഞിരുന്നു, അവിടെയും 3 ഫേസ് ഉണ്ടായിരുന്നു. ഇവിടെയും 3 ഫേസ് ഉണ്ട്. ഫേസ് 1 പ്രിലിംസ് ആണ്, ഫേസ് 2 മെയിൻസ് ആണ്, ഫേസ് 3 ഇന്റർവ്യൂ ആണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം വരുന്നത് ഫേസ് 3യിൽ എന്തില്ല, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഓരോ പ്രോസസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫേസ് 1 നമ്മളുടെ പ്രിലിമിനറി
നമുക്കറിയാം ഒരു ബാങ്ക് എക്സാമിന്റെ പ്രിലിമിനറിക്ക് എന്തില്ല, GA ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് GA ഇല്ല. ഇവിടെ നമുക്ക് 3 ടോപ്പിക്കാണുള്ളത്, ഇംഗ്ലീഷ്, ക്വാണ്ട്, റീസണിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്, 20 മിനിറ്റ് ഉണ്ട്. നമുക്കറിയാം സെഷൻ ടൈമിംഗ് ഉണ്ട്, 3 ടോപ്പിക്കിനും 20 മിനിറ്റ് വെച്ച് 20 20 20 ഇതിൽ അങ്ങനെ 60 മിനിറ്റ്സിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ്. എന്നാൽ ക്വാണ്ടിലേക്ക് വരുമ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മുടെ IBPS POയുടെ എക്സാം അവർ നടത്തിയ ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരുന്നു ക്വാണ്ടിലെയും റീസണിങ്ങിനെയും ആ ഒരു മാർക്കിന്റെ സ്കീം മാറ്റിയത്. അതായത് ക്വാണ്ടിൽ 35 ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാൽ 30 മാർക്കേ ഉള്ളൂ. എന്നാൽ റീസണിങ്ങിൽ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 40 മാർക്കുണ്ട്. മനസ്സിലായോ? സോ അത് നേരത്തെയൊക്കെ 2024 വരെ IBPSന് ശരിക്കും ഇംഗ്ലീഷ് 30-30, റീസണിങ്ങും 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ക്വാണ്ടും 35-35 എന്നായിരുന്നു ആ ഒരു പാറ്റേൺ. എന്നാൽ 25 മുതൽ അവരെ പാറ്റേൺ ഒന്ന് മാറ്റിയായിരുന്നു. ഇംഗ്ലീഷിന് 30 ഔട്ട് ഓഫ് 30 ആണ്, എന്നാൽ ക്വാണ്ടിന് 35 ക്വസ്റ്റ്യൻസിന് 30 മാർക്സേ ഉള്ളൂ, എന്നാൽ റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻസിന് 40 മാർക്സ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്ക് നമ്മുടെ റീസണിംഗ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം സാധാരണ ബാങ്ക് എക്സാംസിനെല്ലാം ശരിക്കും ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിലാണ് പോകാറുള്ളത് അല്ലേ. എന്നാൽ ഇത്തവണ വരുമ്പോഴേക്കും ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളൂ 1 ക്വസ്റ്റിന് 1 മാർക്ക്. ബാക്കി എല്ലാത്തിനും ഇപ്പോൾ ക്വാണ്ടിനാണെങ്കിൽ 1 ക്വസ്റ്റിന് 1 മാർക്കില്ല, 1-ൽ താഴെ മാർക്കുള്ളൂ. റീസണിങ്ങിലേക്ക് വരുമ്പം 1 ക്വസ്റ്റിന് 1 മാർക്കല്ല, 1.12 സംതിങ് മാർക്ക് വരുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിംഗ് സ്കീമിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, നമുക്കറിയാം ഇത് നെഗറ്റീവ് മാർക്ക് 1/4 എന്നറിയാലോ. അപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ 1/4 0.25 വരും, എന്നാൽ ക്വാണ്ടിലും റീസണിങ്ങിലും 1/4 ആണ് പോകുന്നത്, പക്ഷേ 0.25 അല്ല മാറുന്നത്. അറിയാലോ, കാരണം ക്വാണ്ടി നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശരിയായാൽ നമുക്ക് കിട്ടുന്നത് 0.8 സംതിങ് മാർക്കാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1/4 എന്ന് പറയുമ്പം 0.25 വരില്ല, അതിനേക്കാൾ കുറച്ചേ പോകുള്ളൂ. എന്നാൽ റീസണിങ്ങിലേക്ക് വരുമ്പം നമുക്ക് 35 ക്വസ്റ്റിന് 40 മാർക്കാണ്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 1/4 എന്ന് പറയുമ്പം നമുക്ക് 1 മാർക്ക് 0.25നേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് നഷ്ടമാവും. ഓക്കെ, എന്നാലും മൊത്തത്തിൽ നോക്കുമ്പം പോകുന്നത് 1/4 പോവുള്ളൂ. ക്ലിയർ അല്ലേ? സോ ഇതാണ് പ്രിലിംസിൻ്റെ പാറ്റേൺ. പ്രിലിംസിന് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. നമുക്ക് SBIയിലേക്ക് വന്നപ്പം സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലായിരുന്നു. അപ്പം IBPSലേക്ക് വരുമ്പം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 2025 വേറെ പാറ്റേണിൽ ഒരു വ്യത്യാസമില്ല, സെയിം പാറ്റേൺ ആണ് 26-ൽ ഒരു ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ പിന്നെ നേരത്തെ ഇതിൻ്റെ ഡേറ്റ് ശ്രാവൺ സാർ പറഞ്ഞിരുന്നു, August 21, 22-ലാണ് ഡേറ്റ് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെയിൻസിലേക്ക് വരുമ്പം നമുക്കറിയാം മെയിൻസിൽ എന്തും കൂടി വരുന്നുണ്ട്, GA കൂടി വരുന്നുണ്ട്. GA എന്ന് പറയുമ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ് മാത്രമല്ല, അവിടെ എന്തുകൂടി വരുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ, ബാങ്കിങ്, RB സർക്കുലേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തം 4 ടോപ്പിക്കാണ് നമ്മുടെ GA പാർട്ടി അല്ല നമ്മുടെ മെയിൻസ് പാർട്ടി വരുന്നത്. അപ്പം റീസണിങ് മൊത്തം 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 60 മാർക്കാണ്, 45 മിനിറ്റ് ആണ്. ഓക്കെ, GAയിലേക്ക് വരുമ്പം 50 ക്വസ്റ്റ്യൻ 60 മാർക്ക് 35 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പം 40 ക്വസ്റ്റ്യൻ 20 മാർക്കേ ഉള്ളൂ, 35 മിനിറ്റ് ആണ്. നമ്മുടെ ക്വാണ്ട്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വാണ്ട് നല്ലൊരു ഇട്ടിരിക്കുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? കാരണം കാര്യം നമ്മുടെ ക്വാണ്ട് കണക്ക് തന്നെയാണ് സംഭവം, പക്ഷേ അത് ചോദിക്കുന്നത് DAയുടെ രൂപത്തിലായിരിക്കും. അപ്പം അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വാണ്ടിൻ്റെ പ്രധാന ടോപ്പിക്കാണ്, അത് ചോദിക്കും എങ്ങനെ, ഇൻ DI. ഇപ്പോൾ P&L ഇൻ DI, ടൈം ആൻഡ് വർക്ക് ഇൻ DI, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇൻ DI, അങ്ങനെ ക്വാണ്ടിൻ്റെ പ്രധാന ടോപ്പിക്സ് എല്ലാം ചോദിക്കുന്നത് DAയ്ക്കകത്തായിരിക്കും. സോ അതുകൊണ്ടാണ് അവർ DA ആൻഡ് DI എന്ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 40 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. സോ ചുരുക്കി പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന പാറ്റേണിലല്ല മെയിൻസിൽ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാത്തിനും ശരിക്കും ക്വസ്റ്റിൻ്റെ എണ്ണത്തെക്കാളും കൂടുതൽ എന്തുണ്ട്, മാർക്കുണ്ട്. മനസ്സിലായോ? സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് നമുക്ക് 20 മാർക്കിനേ ഉള്ളൂ. സോ മെയിൻ എക്സാമിന് ഏറ്റവും കുറവ് വെയിറ്റേജ് ആണ് ഇംഗ്ലീഷിന്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷും അതിന് വില കുറച്ച് കാണരുത്. ഓക്കെ, ഇംഗ്ലീഷിന് വെയിറ്റേജ് കുറവാണല്ലോ, അപ്പം കുറച്ച് പഠിച്ചാൽ മതിയിലോ എന്നല്ല, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 170 വരും, മാർക്സ് 200 വരും. ശരിക്കും ഇതൊരു 160 മിനിറ്റ്സിൻ്റെ എക്സാം ആണ് എന്ന് പറയുമ്പം 2 മണിക്കൂറും ഒരു 40 മിനിറ്റും, അത് 2.25 മണിക്കൂറോളം നീളുന്ന വലിയൊരു എക്സാം ആയിരിക്കും നമ്മളുടെ മെയിൻ എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻസ് എന്ന് പറയുമ്പം അത് ഒബ്ജക്റ്റീവ് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഒബ്ജക്റ്റീവ് കാര്യങ്ങളാണ്. ഓക്കെ, എല്ലാം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 5 ഓപ്ഷൻസ് കാണും, നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അങ്ങനത്തെ ചോദ്യങ്ങളാണ്, MCQs ആണ്. എന്നാൽ
മെയിൻ എക്സാമിനകത്ത് ഇത് മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് 2.25 മണിക്കൂറുള്ള ഈ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ എന്തുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് വരുന്നുണ്ട്. നമ്മുടെ SBPO അതേ പാറ്റേൺ തന്നെ. SBPO ഒക്കെ എങ്ങനെയായിരുന്നു, മെയിൻസ് വരുന്നു, മെയിൻസ് കഴിഞ്ഞ തൊട്ട് പുറകെ തന്നെ നേരെ പോകുന്നത് ഒരു ഹാഫ് ആൻ അവറിലുള്ള ഡിസ്ക്രിപ്റ്റീവിലേക്കായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഈ 4 ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവിൻ്റെ ആ ഒരു 160 മിനിറ്റ്സിൻ്റെ എക്സാം കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യും. അതിലേക്ക് വരുവാണെങ്കിൽ അത് 30 മിനിറ്റ്സ് ആണ്, അരമണിക്കൂറായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. അതും 25 മാർക്സ് ആണ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് SBI ആയിട്ട് വ്യത്യാസമുണ്ട് ഡിസ്ക്രിപ്റ്റീവിൻ്റെ കാര്യത്തിലേക്ക് വരാൻ നേരത്തും. ഇപ്പം ഇവിടെ വരുവാണെങ്കിൽ മൊത്തം സമയം 30 മിനിറ്റ്, അതിന് സെക്ഷണൽ ടൈമിംഗ് ആയിട്ടില്ല. നമുക്ക് 30 മിനിറ്റ് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. എന്നാൽ മാർക്ക് 25 മാർക്കാണ് അല്ലേ, 25 മാർക്സ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 25ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15 മാർക്ക് SAയ്ക്കും ബാക്കി 10 മാർക്ക് റീഡിംഗ് കോമ്പറൻഷൻ RCക്ക് വേണം. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുന്ന 2 ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒന്ന് essay റൈറ്റിംഗ്, 2 റീഡിംഗ് കോമ്പറൻഷൻ RC. അത് ആക്ച്വലി ഒരു പുതിയ ഇൻക്ലൂഷനാണ്. കാരണം നേരത്തെയൊക്കെ ശരിക്കും SAയും Gmail വരുന്നു, മെയിൽ അയക്കാനായിരുന്നു. ആദ്യമേയൊക്കെ ലെറ്റർ ആയിരുന്നു, പിന്നീട് അത് മെയിലായി. ഇപ്പം മെയിൽ മാറി, ഇപ്പം RC ആയി. സോ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ 25 മാർക്കിൽ 15 മാർക്ക് SAയ്ക്കും 10 മാർക്ക് RCക്കും ആയിരിക്കും. സോ essay എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ അല്ല, ഒരു ചൂസ് ചെയ്യാൻ പറ്റും. ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരും, അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. അതുപോലെ RC ആണെങ്കിലും അറൗണ്ട് ഒരു 5ഓളം ചോദ്യങ്ങൾ കാണും. നിങ്ങളപ്പോൾ ആ പാസേജ് കൃത്യമായിട്ട് വായിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അതിന് ആൻസർ ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്ക്രിപ്റ്റീവിന് പലരുടെയും തെറ്റിദ്ധാരണ വളരെ കടുകട്ടി ഇംഗ്ലീഷൊക്കെ, അതിൽ നീണ്ട വാക്കുകൾക്ക് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും, മാർക്ക് കിട്ടുമെന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. ഇവർ പ്രധാനമായിട്ട് നോക്കുന്നത് ഗ്രാമറ്റിക്കൽ ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക, അതുപോലെ ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ എഴുതുക എന്നുള്ളതിലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും കൂടാതെ വളരെ ചെറിയ ലൈനിൽ അന്നേരം ചെറുതാക്കി എഴുതുമ്പോൾ എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് വളരെ കുറവായിരിക്കും. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൻ്റെ 30-25 മാർക്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, മെയിൻ എക്സാമിന് ഇപ്പം അവർ എന്താ പറയുക, നമ്മുടെ മാർക്ക് കൂട്ടാൻ നേരത്തെ അറിയാം, പ്രിലിമിനറിയുടെ മാർക്ക് ശരിക്കും വന്നാൽ ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് പ്രിലിംസ് നിങ്ങൾ പാസ്സായാൽ മതി, അവിടെ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ മതി, നിങ്ങളുടെ മാർക്കിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അത് ക്വാളിഫയിങ് നേച്ചറാണ്. എന്നാൽ മെയിൻസിലേക്ക് വരുമ്പം മെയിൻസിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാമിനും ഡിസ്ക്രിപ്റ്റീവിനും മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒബ്ജക്റ്റീവിൻ്റെ ഓവറോൾ കട്ട് ഓഫും സെക്ഷണൽ കട്ട് ഓഫും കയറിയ ഒരാളുടെ ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇപ്പം A എന്ന വ്യക്തിയുടെ സെക്ഷൻ ഒരു സെക്ഷൻ പോയി മെയിൻ എക്സാമിന് എന്നാണെങ്കിൽ ആ Aയുടെ ഡിസ്ക്രിപ്റ്റീവ് അവർ ചെക്ക് ചെയ്യില്ല. ഇനി B എന്ന വ്യക്തിയുടെ സെക്ഷനിലെല്ലാം കിട്ടി എന്നാൽ ഓവറോൾ പോയെങ്കിൽ Bയുടെ ഡിസ്ക്രിപ്റ്റീവും ചെക്ക് ചെയ്യില്ല. എന്നാൽ C എന്ന വ്യക്തിയുടെ സെക്ഷനിലും കിട്ടി ഓവറോളും പാസ്സായെങ്കിൽ അയാളുടെ ഡിസ്ക്രിപ്റ്റീവ് നോക്കും. മനസ്സിലായോ? സോ ഡിസ്ക്രിപ്റ്റീവും സെപ്പറേറ്റ് പാസ്സാവണം. സോ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു കാര്യമുള്ളത്, നമ്മളുടെ അവസാനം ഇതിലേക്ക് വരാൻ നേരത്തേക്കും ഇന്റർവ്യൂവിന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ടോട്ടൽ മാർക്കാണ് കൂട്ടുന്നത്. ഏതിൻ്റെയൊക്കെ? നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും. സോ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 25 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വെറുതെ പാസ്സായി പോകുമോ, പ്രിലിംസ് പോലെ വെറുതെ പാസ്സായി വിട്ടാൽ പോരാ, പകരം എത്രത്തോളം സ്കോർ ചെയ്യാമോ അത്രത്തോളം സ്കോർ ചെയ്യണം. കാരണം ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും മാർക്ക് കൂട്ടിയാണ് ശരിക്കും ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുന്ന നേരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ശരിക്കും ഓൺലൈൻ മെയിൻ എക്സാമിൻ്റെ ഒബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും വാങ്ങിച്ച മാർക്ക് രണ്ടും ആഡ് ചെയ്താണ് അവസാനം ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. പിന്നെ റോങ് ആൻസേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 0.25 ആണ്, 1/4 ആണ്. അതും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഒരു ക്വസ്റ്റിന് 2 മാർക്ക് കിട്ടുമെങ്കിൽ 1/4 എന്ന് പറയുമ്പോൾ അര മാർക്ക് പോകും. ഒരു ക്വസ്റ്റിന് 1 മാർക്കാണെങ്കിൽ 1/4 എന്ന് പറയുമ്പോൾ 1/4 മാർക്ക് പോകും. അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ അല്ലേ? സോ അത്രയേ ഉള്ളൂ. ഇനി അടുത്തിലേക്ക് വരുമ്പം ഹൗ ടു അപ്ലൈ. നേരത്തെ ശ്രാവൺ സാർ പറഞ്ഞിരുന്നു, അതായത് ജൂലൈ 1 മുതൽ 21 വരെ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. നമ്മുടെ പേയ്മെൻറ്റ് വിൻഡോയും അന്ന് വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ലേറ്റ് ആവാതെ തന്നെ അയക്കുക. കാരണം അവസാനം ആകുമ്പോഴേക്കും നമുക്കറിയാം 2 സൈറ്റുകൾ, അതായത് നമ്മുടെ IPS സൈറ്റ് മാത്രം ഓക്കെ ആയാൽ പോരാ, എന്തുകൂടി വേണം, ബാങ്കിൻ്റെ സൈറ്റും ഓക്കെ ആണ് അല്ലേ? എന്നാലേ ബാങ്കിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നടക്കില്ല, അന്നേരം നമുക്ക് അയക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എത്രയും പെട്ടെന്ന് അയക്കുക. പിന്നെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷം അയച്ചവർക്ക് അറിയാം, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കരുതേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് നമ്മളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്. നമ്മളുടെ ഫോട്ടോഗ്രാഫ് അവർ പറയുന്ന ഒരു അളവിൽ സ്കാൻ ചെയ്ത് നമ്മുടെ മെയിലിൽ കിടക്കണം. അതുപോലെ സൈൻ, നമ്മളുടെ ഒപ്പ് വേണം, നമ്മുടെ തമ്പ് ഇംപ്രഷൻ വേണം, അതുപോലെ ഡിക്ലറേഷൻ ഉണ്ട്, ആ ഡിക്ലറേഷൻ വേണം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു വാലിഡ് മെയിൽ ID വേണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ ഏതെങ്കിലും മെയിൽ ഐ ഡി കൊടുത്താൽ പോരാ, അതും നമുക്ക് വാലിഡ് ആയിട്ടുള്ള, അത് നമുക്ക് ലോങ് യൂസ് ഉള്ള. നമ്മളിപ്പോൾ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് അത് പിന്നീട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൽ വന്നാൽ അറിയില്ല. കാരണം പിന്നീടുള്ള ഇവരുടെ എല്ലാ കോൺടാക്ട്സും ആക്ച്വലി ആ മെയിൽ ത്രൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽ ഐ ഡി ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വേണ്ടതാണ്. അതുപോലെ ലൈവ് ഫോട്ടോയും വേണ്ടതുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അതുപോലെ ഫോട്ടോഗ്രാഫിൻ്റെ കേസിൽ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഓൾഡ് ഫോട്ടോ യൂസ് ചെയ്യരുത്, പുതിയ ഫോട്ടോ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന നേരത്തെ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫോട്ടോ എടുക്കണം. കാരണം നമുക്കറിയാം, നമുക്ക് എക്സാമിന് എഴുതാൻ പോകുന്ന നേരത്ത് നമുക്കൊരു 3 ഫോട്ടോഗ്രാഫ്സ് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ നേരത്ത് ഒരു 10ഓളം ഫോട്ടോകളും കൂടി ഫിസിക്കലി എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് വേണ്ടതാണ്. അതുപോലെ അയക്കാൻ നേരത്ത് മറ്റൊരു കാര്യം, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം, വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. ഒരു ചെറിയ കാര്യം, ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനായിട്ട് കാരണമാകും. പ്രത്യേകിച്ചും നിങ്ങളുടെ മാർക്ക് കൊടുക്കാൻ നേരത്ത്. കാരണം പലർക്കും CGPA ആയതുകൊണ്ട് ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ ഇവർ ചോദിക്കുന്നത് ശതമാനമാണ്. അതുകൊണ്ട് ശതമാനം കൃത്യമായിട്ട് കൊടുക്കണം. അതും 2 ഡെസിമൽ പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ 67.25 ആണ് ഒരാളുടെ മാർക്കെങ്കിൽ നിങ്ങൾ റൗണ്ട് ചെയ്ത് 67 എഴുതരുത്, 67.25 തന്നെ എഴുതണം. ഇവർ പറയുന്നുണ്ട് അപ് ടു 2 ഡെസിമൽ പോയിന്റ്സ് വരെ എഴുതണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ CGPA ആർക്കെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പാടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാവുള്ളൂ ശതമാനത്തിലേക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ അത്ര ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊന്നും തന്നെ ബാക്കിയെല്ലാം നോർമലാണ്. നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കാൻ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം പ്രധാനം പറയാനുള്ളത്, ഈ SBയിൽ നേരത്തെ പറഞ്ഞ കാരണം, അതായത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. ഇവിടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ അറ്റംപ്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രിലിംസിൻ്റെ അല്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മുമ്പ് മെയിൻസ് എഴുതിയവരാണെങ്കിൽ മാത്രം അറ്റംപ്റ്റ്സിൻ്റെ അവിടെ 1 കൊടുത്താൽ മതി. ഒരു തൊട്ട് എഴുതിയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2. ഓക്കെ, പ്രിലിംസ് എഴുതിയവരാണെങ്കിൽ അത് അറ്റംപ്റ്റ്സ് കൂട്ടേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? സോ ഇത് നമുക്കുള്ളത് ഫീസിൻ്റെ കാര്യമാണ്. ശരിക്കും ഫീസിൻ്റെ കാര്യം വരുമ്പം ജനറൽ കാറ്റഗറിക്ക് 850 ആണ് ഫീസ്, എന്നാൽ SC/STക്ക് 175 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഈ എക്സാമിൻസ് പറയാനുള്ളത്. ആക്ച്വലി നമുക്കറിയാം SBI വിളിച്ചു, തൊട്ട് വൈകാതെ തന്നെ IUPAC വിളിച്ചു. ഈ 2 എക്സാംസും നമ്മൾ ആക്ച്വലി ഒരു 3 ആഴ്ചത്തെ ഗ്യാപ്പ് പോലും ഇല്ല. സോ ചുരുക്കി പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് പഠിക്കേണ്ട സമയമാണ്. സോ അതിനുവേണ്ടി ഈ ഒരു എക്സാം സീസണിന് വേണ്ടി നമ്മൾ ടൈം ഓൾറെഡി ഒരുങ്ങി കഴിഞ്ഞു. നമ്മൾ ടൈമിൻ്റെ എല്ലാ സെൻറ്ററിലും ആക്ച്വലി ഒരു ബാങ്ക് PO സ്പെഷ്യൽ ബാച്ചസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വലിയൊരു സീസണാണ് വരാൻ പോകുന്നത്. ഇപ്പം IUPAC POയും SBPOയും വിളിച്ചു, ഇനി അങ്ങോട്ടേക്ക് IUPAC ക്ലർക്ക് വിളിക്കും, SBI ക്ലർക്ക് വിളിക്കും, RRB PO വിളിക്കും, RRB ക്ലർക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. സോ അതിനുവേണ്ടി ടൈം റെഡിയാണ്, നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളെ ബന്ധപ്പെടുക. താങ്ക്